എല്ലാവർക്കും മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെളുത്ത കളറുള്ള അവിയലാണ്. സാധാരണ നമ്മൾ മഞ്ഞ കളറുള്ള അവിയലാണ് ഉണ്ടാക്കുക. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ വെളുത്ത അവിയൽ ഉണ്ടാക്കാൻ വേണ്ട പച്ചക്കറികളും സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നേന്ത്രക്കായ വേണം, ഒരു കഷ്ണം കുമ്പളങ്ങ വേണം, ഒരു കഷ്ണം ചേന വേണം, ഒരു 3-4 ക്യാരറ്റ് വേണം, ഒരു ഉരുളൻകിഴങ്ങ് വേണം, 2 മുരിങ്ങക്കായ വേണം, കുറച്ച് പയർ വേണം, സ്വല്പം വെളിച്ചെണ്ണ, തൈര്, അര ഗ്ലാസ് തൈര്, കുറച്ച് പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നാളികേരം, നല്ല ജീരകം, ഉപ്പ്, വേപ്പില. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ വെളുത്ത അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വലിപ്പത്തിൽ ഉള്ള നീളത്തിൽ നമ്മൾ ചെറുതായി കനം കുറച്ച് അരിയണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മുരിങ്ങക്കായ ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് പൊളിച്ചിട്ട് ഇടണം. നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 3/4 സ്പൂണ് ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്ത കളറിലുള്ള അവിയലായ കാരണം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് നാളികേരം നന്നായി ചതച്ചെടുക്കാം മിക്സിയിൽ. അധികം അരയൊന്നും വേണ്ട, കുറച്ച് നല്ലപോലെ ചതഞ്ഞാൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണ് കുറച്ച് മതി നല്ല ജീരകം. വേറെ മുളക് പൊടിയൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായ എരി പിടിക്കുന്ന തരത്തിലുള്ള പച്ചമുളക് അരിഞ്ഞതാണ്. വെളുത്തുള്ളി ചേർക്കാം അരിഞ്ഞത്, ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കാം, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. സ്വല്പം വേപ്പിലിടാം. നമുക്കിനി സ്വല്പം വെള്ളം മതി, ഇതിൽ ചതച്ചെടുക്കാനുള്ള വെള്ളം മതി. നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിയൽ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേവുന്ന വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. സ്വല്പം തീ കുറയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഒന്നും കൂടി സ്വല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ഒരു തിളപ്പിക്കാം. നമുക്ക് തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി ഇട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് വറ്റിക്കാം. നമ്മുടെ തൈരെല്ലാം വറ്റിയിട്ട് കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം.
ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് ആവി കയറ്റാം. നാളികേരം ചേർത്തതിന് ശേഷം സ്വല്പം കൂടി നമ്മൾ തീ കത്തിച്ച് മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. വീണ്ടും നമുക്ക് തീ വളരെ കുറച്ചിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ വെളുത്ത അവിയൽ തയ്യാറായി കഴിഞ്ഞു. സ്റ്റൗ ഓഫാക്കാം. ഈ വെളുത്ത അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വിഭവമായി വരുന്നവരെ ഗുഡ് ബൈ.